എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം ഭാഗം 30 അധ്യായം 12 കോലത്തുനാടും കൊച്ചിയും. AD 1102 കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനെ തുടർന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. പലയിടങ്ങളിലായി സ്വതന്ത്രമായ അനേകം സ്വരൂപങ്ങൾ ചെറുകിട രാജ്യങ്ങളാണ് ഉയർന്നു വന്നു. ഇവയിൽ വേണാടിനു പുറമെ കോലത്തുനാടും കൊച്ചിയും കോഴിക്കോടുമാണ് പ്രാധാന്യമർഹിക്കുന്നവ. പ്രശസ്തരായ സാമൂതിരിമാരുടെ നേതൃത്വത്തിൽ ഉദയം കൊണ്ടു വളർന്ന കോഴിക്കോടിനെ കേന്ദ്രീകരിച്ചാണ് പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപും പിൻപുമുള്ള മധ്യ കേരളത്തിൻ്റെയും ഉത്തര കേരളത്തിൻ്റെയും ചരിത്രം പ്രധാനമായും രൂപം കൊള്ളുന്നത്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കും മുൻപ് കോലത്തുനാടിൻ്റെയും കൊച്ചിയുടെയും ആവിർഭാവവും ആദ്യകാല ചരിത്രവും പ്രതിപാദിക്കുന്നത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നതിന് ഉപകരിക്കും. മൂഷകവംശം. കോലത്തുനാടിൻ്റെ വടക്കേ മലബാറിൻ്റെ ഉത്ഭവം അജ്ഞാതമാണ്. സംഘകാലത്ത് ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ആ പ്രദേശം. ഏഴിമലയിലെ നന്നനെക്കുറിച്ച് 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് 800-1102 വടക്കേ മലബാറിലെ വയനാട്, തലശ്ശേരി പ്രദേശങ്ങൾ കുലശേഖരന്മാരുടെ ആധിപത്യത്തിലായിരുന്നു. ഭാസ്കര രവിവർമ്മയുടെ തിരുനെല്ലി ശാസനങ്ങൾ ഇതിന് തെളിവാണ്. ഏഴിമലയ്ക്കടുത്ത് ആസ്ഥാനമുറപ്പിച്ചിരുന്ന മൂഷകവംശമെന്ന ഒരു പ്രത്യേക രാജവംശത്തിൻ്റെ ഭരണത്തിലായിരുന്നു ചിറക്കൽ, കാസർഗോഡ് ഭാഗങ്ങൾ. നന്നൻ്റെ പിന്തുടർച്ചക്കാരായിരുന്നിരിക്കണം മൂഷക വംശരാജാക്കന്മാർ. തരിസാപ്പള്ളി ശാസനത്തിലും ജൂതശാസനത്തിലും ഏറാൾ നാട്ടിലെയും വള്ളുവനാട്ടിലെയും നാടുവാഴികളോടൊപ്പം മൂഷകരാജ്യത്തിലെ അഥവാ കോലത്തുനാട്ടിലെ ഭരണാധികാരിയുടെ പേരില്ലാത്തതുകൊണ്ട് മൂഷകരാജ്യം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. 12-ാം ശതകത്തിൻ്റെ ആരംഭം വരെയുള്ള മൂഷക രാജ്യചരിത്രം ഇതിവൃത്തമാക്കി രചിച്ചിട്ടുള്ള ഒരു സംസ്കൃത മഹാകാവ്യമാണ് അതുലൻ്റെ മൂഷകവംശം. 11-ാം ശതകം ഒടുവിൽ നാടുവാണ ശ്രീകണ്ഠൻ എന്ന മൂഷക രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു അതുലൻ. മൂഷകവംശത്തിൻ്റെ ഉത്ഭവത്തെയും ആദ്യകാല രാജാക്കന്മാരുടെ വിജയങ്ങളെയും വർണ്ണിക്കുന്ന ആദ്യ സർഗങ്ങൾ പ്രധാനമായും ഐതിഹ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവസാന സർഗങ്ങളിൽ മൂഷകവംശത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പ്രതിഫലിക്കുന്നു. മൂഷക രാജാക്കന്മാർ 11-ാം ശതകം വരെ മക്കത്തായമാണ് പിന്തുടർന്നിരുന്നതെന്നും അതിനുശേഷമാണ് അവർ മരുമക്കത്തായം സ്വീകരിച്ചതെന്നും ഈ കാവ്യം അസന്നിഗ്ധമായി തെളിയിക്കുന്നുണ്ട്. കാവ്യത്തിൻ്റെ ഒടുവിലത്തെ സർഗങ്ങളിൽ വർണ്ണിക്കപ്പെടുന്ന ചരിത്ര പുരുഷന്മാരിൽ വിക്രമരാമൻ, ജയമാനി, വല്ലഭൻ രണ്ടാമൻ, ശ്രീകണ്ഠൻ എന്നിവർ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടേണ്ടവരാണ്. വിക്രമരാമൻ ശ്രീമൂലവാസം ക്ഷേത്രത്തെ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷിച്ചതായി പറയപ്പെടുന്നു. വല്ലഭൻ രണ്ടാമൻ യുവരാജാവായിരിക്കുമ്പോൾ തന്നെ തൃച്ചംബരത്തെ വിഷ്ണു ക്ഷേത്രം പുതുക്കി പണിയിച്ചു. ഇദ്ദേഹത്തെയായിരുന്നു അന്നത്തെ മൂഷക രാജാവായിരുന്ന ജയമാനി കുലോത്തുംഗ ചോളന്റെ ആക്രമണകാലത്ത് ചേര സൈന്യങ്ങളെ സഹായിക്കാൻ അയച്ചത്. വല്ലഭൻ ചേര സൈന്യങ്ങളോട് ചേരുന്നതിനു മുൻപ് പിതാവായ ജയമാനിയുടെ മരണവൃത്താന്തം അറിയിക്കുകയും ഭരണാധികാരം പിടിച്ചെടുക്കാനുള്ള ശത്രുക്കളുടെ ശ്രമത്തെ പരാജയപ്പെടുത്താൻ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. പോകും വഴി അദ്ദേഹം ശ്രീമൂലവാസത്തെ ബുദ്ധവിഹാരത്തിൽ ദർശനം നടത്തി. വല്ലഭൻ രാജ്യത്തിലെത്തി ശത്രുക്കളെ തോൽപ്പിച്ചു രാജാവായി. അദ്ദേഹമാണ് കില്ല നദീമുഖത്തിന് സമീപം മാരാഹി എന്ന നഗരം സ്ഥാപിച്ചത്. അത് സമുദ്ര വാണിജ്യത്തെ പ്രോത്സാഹിപ്പിച്ചു. മാരാഹിയാണ് പിൽക്കാലത്ത് മാടായി ആയത്. വല്ലഭ പട്ടണം നിർമ്മിച്ചതും വല്ലഭനായിരുന്നു. ഉയർന്ന ഗോപുരങ്ങളാലും ഊക്കൻ കോട്ടകളാലും അദ്ദേഹം വല്ലഭ പട്ടണത്തെ സുരക്ഷിതമാക്കുകയും ചെയ്തു. വല്ലഭ പട്ടണം കാലക്രമേണ ഭാഷാപരിണാമത്തിൽ പട്ടണവും വളർപട്ടണവും മറ്റുമായി. വല്ലഭൻ അറബിക്കടലിലെ പല ദ്വീപുകളെയും സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗങ്ങളാക്കിയതായി പറയപ്പെടുന്നു. ലക്ഷദ്വീപ്, മിനിക്കോയി, അമ്മേനി എന്നിവയായിരിക്കണം അവ. വിജ്ഞാനത്തിൻ്റെ പ്രോത്സാഹകനുമായിരുന്നു അദ്ദേഹം. വല്ലഭനെ തുടർന്ന് രാജാവായത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠാപുരം സ്ഥാപിച്ചത് ഇദ്ദേഹമാവാം. ശ്രീകണ്ഠന് രാജധർമ്മൻ എന്നും പേരുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു മൂഷകവംശത്തിൻ്റെ കർത്താവായ അതുലൻ. ശ്രീകണ്ഠൻ്റെ ഭരണത്തിന് ശേഷം 2 നൂറ്റാണ്ടുകാലത്തേക്ക് മൂഷക രാജ്യത്തിൻ്റെ ചരിത്രം ശൂന്യമായി കിടന്നു. കോലത്തിരിമാർ.
പഴയ മൂഷക രാജ്യം 14-ാം ശതകത്തിൽ കോലത്തുനാട് എന്നറിയപ്പെടുകയും കോലത്തിരിമാർ യൂറോപ്യൻ വിവരണങ്ങളിലെ കോലസ്ത്രീ എന്ന രാജാക്കന്മാർ അവിടെ ഭരണം നടത്തുകയും ചെയ്തു. കോലത്തിരിമാരെ പരശുരാമനോടോ ചേരമാൻ പെരുമാളിനോടോ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേരള മാഹാത്മ്യത്തിലും കേരളോൽപ്പത്തിയിലെയും കഥകൾ സ്പഷ്ടമേ അബദ്ധങ്ങളാണ്. പഴയ മൂഷക രാജാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാണ് കോലത്തിരിമാർ എന്നതാണ് യാഥാർത്ഥ്യം. 13-ാം ശതകത്തിന്റെ ഒടുവിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ എഴുതിയ സഞ്ചാര വിവരണങ്ങളിലാണ് കോലത്തിരിമാരുടെ രാജ്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സത്യസന്ധമായ പരാമർശം കാണുന്നത്. അദ്ദേഹം കോലത്തിരിമാരെ പേര് പറഞ്ഞ് നിർദ്ദേശിക്കുന്നില്ലെങ്കിലും ഹ്രസ്വമായ ഒരധ്യായത്തിൽ വിവരിക്കുന്ന ഏലി രാജ്യം കോലത്തുനാടാണെന്നതിൽ സംശയമില്ല. അദ്ദേഹം പറയുന്നു, പടിഞ്ഞാറ് മാറി കുമാരിയിൽ നിന്ന് 300 മൈൽ അകലെ കിടക്കുന്നത് ഏലി രാജ്യമാണ്. വിഗ്രഹാരാധനക്കാരാണ് അവിടുത്തെ ജനങ്ങൾ. അവർക്കൊരു രാജാവുണ്ട്. അവർ അന്യ രാജാക്കന്മാർക്ക് വിധേയരല്ല. വിശേഷപ്പെട്ട ഭാഷയാണ് അവരുടേത്. ശരിയായ തുറമുഖമൊന്നും ആ രാജ്യത്തില്ല. എന്നാൽ ആഴമേറിയ വിശാല നദീമുഖങ്ങളുണ്ട്. കുരുമുളകും ഇഞ്ചിയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ സമൃദ്ധമായി വിളയുന്നു. രാജാവ് സമ്പന്നനാണെങ്കിലും സൈനികമായി ശക്തനല്ല. ഈ രാജ്യത്തേക്കുള്ള മാർഗങ്ങൾ പ്രകൃത്യാ ദുർഗമങ്ങളാണ്. ആകയാൽ രാജാവിനെ ആക്രമിക്കാൻ ആർക്കും സാധ്യമല്ല. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ആരെയും ഭയവുമില്ല. അവിടുത്തെ നദീമുഖങ്ങളിലെത്തുന്ന മറുനാടൻ കപ്പലുകളിലെ ചരക്കുകൾ നാട്ടുകാർ പിടിച്ചെടുക്കാറുണ്ടായിരുന്നതിനെക്കുറിച്ചും മാർക്കോ പോളോ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തുടരുന്നു. മാൻസിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വേനൽക്കാലത്ത് ഇവിടെ വന്നു ചേരാറുള്ള കപ്പലുകൾ മണൽത്തിട്ടകളായി കിടക്കുന്ന നദീമുഖങ്ങളല്ലാതെ തുറമുഖങ്ങളില്ലായകയാൽ ചരക്കും കാത്ത് 6-8 ദിവസം കിടന്നിട്ട് തുടർന്ന് തങ്ങുന്നത് ആപത്കരമാകയാൽ കഴിയുന്നതും വേഗം സ്ഥലം വിടുന്നു. കോലത്തുനാട്ടുരാജ്യം പരമാവധി വികസിച്ചപ്പോൾ വടക്ക് നേത്രാവതി നദി മുതൽ തെക്ക് കോരപ്പുഴ വരെയും കിഴക്ക് കുടകുമല തൊട്ട് പടിഞ്ഞാറ് അറബിക്കടൽ വരെയും അത് വ്യാപിച്ചിരുന്നു. കുമ്പള, നീലേശ്വരം, കോട്ടയം, കടത്തനാട് എന്നിവ കോലത്തുനാട്ടിൽ പെട്ടിരുന്ന നാടുകളാണ്. രാജകുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള പുരുഷാംഗമാണ് കോലത്തിരി എന്ന സ്ഥാനപ്പേരോടുകൂടി രാജ്യം ഭരിച്ചിരുന്നത്. തൊട്ടടുത്ത ഇളമുറക്കാർ തെക്കളംകൂർ, വടക്കളംകൂർ, നാലാംകൂർ, അഞ്ചാംകൂർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു പോന്നു. തെക്കളംകൂർ ആയിരുന്നു അടുത്ത രാജ്യാവകാശി. കോലത്തുനാടിന്റെ തെക്കുഭാഗത്തിന്റെ ഭരണകാര്യം നോക്കിയിരുന്നത് അദ്ദേഹമാണ്. 3-ാം മുറയായ വടക്കളംകൂറിന്റെ ചുമതലയായിരുന്നു വടക്കൻ സംസ്ഥാനത്തിന്റെ ഭരണം. നാലാംകൂർ കുടുംബ കാര്യാധികാരിയായും 5-ാംകൂർ രാജാവിന്റെ അംഗരക്ഷകനായും സേവനമനുഷ്ഠിച്ചു പോന്നു. രാജാക്കന്മാരുടെ കാലാനുക്രമണികയനുസരിച്ചുള്ള കോലത്തുനാടിന്റെ ചരിത്രം ലഭിച്ചിട്ടില്ല. മികച്ച പണ്ഡിതന്മാരെന്ന നിലയിലോ വിദ്വജ്ജന പുരസ്കർത്താക്കളെന്ന നിലയിലോ പ്രശസ്തരായ ചുരുക്കം ചില രാജാക്കന്മാരുടെ പേരുകൾ സാഹിത്യകൃതികളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 14-ാം ശതകത്തിന്റെ ആരംഭത്തിൽ കോലത്തുനാടുവാണ പ്രസിദ്ധ രാജാവാണ് രാഘവൻ. ഭാഗവതത്തിന് കൃഷ്ണപതി എന്ന വ്യാഖ്യാനമെഴുതിയ രാഘവാനന്ദൻ ഇദ്ദേഹത്തിന്റെ സദസ്യനായിരുന്നു. 1299 രചിക്കപ്പെട്ട അമോഘ രാഘവം ചമ്പുവിന്റെ കർത്താവായ ദിവാകരനും രാഘവന്റെ ആസ്ഥാന കവിയായിരുന്നു എന്ന് കരുതാം. 1423 മുതൽ 1446 വരെ രാജ്യം ഭരിച്ചിരുന്ന കേരളവർമ്മ സാഹിത്യത്തെയും ശാസ്ത്രത്തെയും കാര്യമായി പ്രോത്സാഹിപ്പിച്ചു. കീർത്തികേട്ട പല പണ്ഡിതന്മാരും കവികളും അദ്ദേഹത്തിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. യുധിഷ്ഠിര വിജയത്തിന് പദാർത്ഥ ചിന്തനമെന്ന വ്യാഖ്യാനം രചിച്ച രാഘവനും ശ്രീകൃഷ്ണ വിജയമെന്ന സംസ്കൃത കാവ്യത്തിന്റെ കർത്താവായ ശങ്കരനും ഇക്കൂട്ടത്തിൽ പ്രമുഖരാണ്. പള്ളിക്കുന്നുകാരായ ഇവർ രണ്ടുപേരും വാരിയന്മാരായിരുന്നു. 1443 അന്തരിച്ച ഇളമുറ രാജാവായ രാമവർമ്മയാണ് ഭാരത സംഗ്രഹം എന്ന മഹാകാവ്യത്തിന്റെയും ചന്ദ്രികാ കുലാപീഠം എന്ന നാടകത്തിന്റെയും കർത്താവ്. 1446 മുതൽ 1475 വരെ രാജ്യം ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കോലത്തിരി കൃഷ്ണഗാഥാകാരന്റെ പുരസ്കർത്താവെന്ന നിലയിൽ അനശ്വരനാണ്. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഉദയവർമ്മ ചരിതം എഴുതിയ രവിവർമ്മ 16-ാം ശതകത്തിലെ ഒരു കോലത്തുനാട്ടു രാജാവായിരുന്നു. പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ കോലത്തിരി കോഴിക്കോട്ടെ സാമൂതിരിയുടെ സ്വാധീന ശക്തിയിൽ അമർന്നിരുന്നു.
ഈ രണ്ട് രാജാക്കന്മാരും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ പ്രതിപാദിക്കുന്നതാണ്. പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് സ്വരൂപം അഥവാ കൊച്ചി രാജവംശം പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം 16-ാം ശതകത്തിൽ മാത്രമാണ് രാഷ്ട്രീയ പ്രാമുഖ്യത്തിലേക്ക് ഉയരുന്നത്. എങ്കിലും അത് കുലശേഖര സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് പെട്ടെന്ന് ഒരു സ്വതന്ത്ര രാജവംശത്തിന്റെ പദവിയിൽ എത്തിയിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഉത്ഭവം ഒരു നിഗൂഢ രഹസ്യമായി അവശേഷിക്കുകയാണ്. പെരുമ്പടപ്പുകാർ അമ്മ വഴിയിൽ മഹോദയപുരത്തെ കുലശേഖരന്മാരുടെ പിന്തുടർച്ചക്കാരാണെന്നത്രേ ഐതിഹ്യം. പെരുമ്പടപ്പിലെ പൊന്നാനി താലൂക്ക് ഒരു നമ്പൂതിരി അവസാനത്തെ മഹോദയപുര ചക്രവർത്തിയായ രാമവർമ്മ കുലശേഖരന്റെ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിരുന്നതായി തോന്നുന്നു. കുലശേഖര സാമ്രാജ്യം ശിഥിലമായതോടെ രാമവർമ്മ കുലശേഖരന്റെ പുത്രൻ കുലശേഖരന്മാരുടെ രാഷ്ട്രീയ അധികാരത്തിന്റെയും ഭാഗിനേയൻ രാമവർമ്മയുടെ സഹോദരിയിൽ നിന്ന് പെരുമ്പടപ്പ് നമ്പൂതിരിക്ക് ജനിച്ച പുത്രൻ അവരുടെ മതപരമായ അധികാരത്തിന്റെയും അവകാശികളായി. ആദ്യത്തെ വഴിയിൽ വേണാട്ട് രാജവംശവും രണ്ടാമത്തെ വഴിക്ക് കൊച്ചി രാജവംശവും രൂപം കൊണ്ടു. കുലശേഖര പെരുമാൾ എന്ന ബിരുദം വേണാട്ട് രാജാക്കന്മാരും കോവിലധികാരികൾ എന്ന സ്ഥാനം കൊച്ചി രാജാക്കന്മാരും സ്വീകരിച്ചു എന്ന കാര്യം ഈ സന്ദർഭത്തിൽ അന്വർത്ഥമാണ്. 13-ാം ശതകത്തിന്റെ അവസാനം വരെ പെരുമ്പടപ്പ് സ്വരൂപം ആസ്ഥാനമുറപ്പിച്ചിരുന്നത് വന്നേരിയിൽ പെരുമ്പടപ്പ് ഗ്രാമത്തിലെ ചിത്രകൂടത്തിലാണ്. എന്നാൽ പെരുമ്പടപ്പിലെ പ്രധാനിക്ക് മഹോദയപുരത്തും സ്വന്തമായൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. 13-ാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിൽ സാമൂതിരി വള്ളുവനാട് ആക്രമിച്ചപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപം വന്നേരി കൊട്ടാരം ഉപേക്ഷിച്ച് മഹോദയപുരത്ത് സ്ഥിരവാസമാക്കി. 1405-ൽ കൊച്ചിയിലേക്ക് മാറ്റും വരെ മഹോദയപുരം തന്നെയായിരുന്നു അവരുടെ ആസ്ഥാനം. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി സാമൂതിരി തൃക്കണാമതിലകം പിടിക്കുകയും തിരുവഞ്ചിക്കുളം ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാമൂതിരിയുടെ ആക്രമണപരമായ മുന്നേറ്റം കൊണ്ടായിരിക്കാം കൊച്ചി രാജാവ് തന്റെ തലസ്ഥാനം സാമൂതിരിയുടെ ആക്രമണ മാർഗത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന കൊച്ചിയിലേക്ക് മാറ്റിയത്. പോരെങ്കിൽ 1341-ലെ പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി കൊടുങ്ങല്ലൂരിന് അതിന്റെ വാണിജ്യ പ്രാധാന്യം നഷ്ടപ്പെടുകയും കൊച്ചി ഒരു നല്ല തുറമുഖമെന്ന നിലയിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. തലസ്ഥാനത്തിന്റെ മാറ്റത്തിൽ ഇതും ഒരു കാരണമായിരുന്നിട്ടുണ്ടാവണം. പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപുള്ള പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ചരിത്രം അവ്യക്തമാണ്. ശാസനങ്ങളിൽ നിന്നും സാഹിത്യകൃതികളിൽ നിന്നും ചില രാജാക്കന്മാരുടെ പേരുകൾ ലഭിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. മഗോദയർ പട്ടണത്തിലെ മഹോദയപുരം പെരുകോവിലകത്തു വെച്ച് ഇരവിക്കോർത്തന് സ്ഥാനമാനങ്ങൾ അനുവദിച്ചു കൊടുത്ത വീരരാഘവ ചക്രവർത്തി ഒരു പെരുമ്പടപ്പ് രാജാവായിരുന്നെന്ന് തോന്നുന്നു. വീരരാഘവ ചക്രവർത്തി ഈ പട്ടയപ്രകാരം മഹോദയപുരത്തെ ക്രിസ്ത്യൻ വ്യാപാരിയായ ഇരവിക്കോർത്തനന് മണിഗ്രാമ പട്ടവും ചേരമാൻ ലോക പെരുഞ്ചട്ടി എന്ന ബിരുദവും നൽകി. ഇവയ്ക്ക് പുറമെ ഒട്ടേറെ വ്യാപാരാവകാശങ്ങളും വിദേശ വാണിജ്യത്തിന്റെ കുത്തകയുൾപ്പെടെ പല വിശേഷാധികാരങ്ങളും ആ വർത്തക പ്രമാണിക്ക് ഈ ശാസനപ്രകാരം ചാർത്തിക്കിട്ടി. AD 1225-ൽ എഴുതിക്കൊടുത്ത ഈ പട്ടയം കേരളത്തിലെ വാണിജ്യ ലോകത്ത് അന്ന് ക്രിസ്ത്യൻ സമുദായത്തിനുണ്ടായിരുന്ന മുഖ്യസ്ഥാനത്തിനും പെരുമ്പടപ്പ് രാജാക്കന്മാരുടെ മതസഹിഷ്ണുതാ നയത്തിനും തെളിവാണ്. 14-ാം ശതകത്തിലുണ്ടായ ശുഗസന്ദേശം, ഉണ്ണിയാടി ചരിതം, ശിവവിലാസം, വിടനിദ്രാഭാണം തുടങ്ങിയ സാഹിത്യകൃതികൾ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് ഒന്നെത്തി നോക്കാൻ സൗകര്യം നൽകുന്നു. പെരുമ്പടപ്പ് സ്വരൂപത്തിലെ യുവരാജാവായ രാമവർമ്മയും ഓടനാട്ടിലെ കേരളവർമ്മയുടെ പുത്രി ഉണ്ണിയാടിയും തമ്മിലുള്ള വിവാഹമാണ് ശിവവിലാസത്തിന്റെ ഇതിവൃത്തം. രാജകുമാരൻ തന്റെ മാതുലനും അന്നത്തെ രാജാവുമായ രാമവർമ്മയുമൊത്താണ് സ്വയംവരത്തിനെത്തിയത്. രണ്ട് രാമവർമ്മമാരുടെയും ഗുണഗണങ്ങളെ ശിവവിലാസകാരൻ പ്രകീർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ നാടുവാഴികൾക്കിടയിൽ പെരുമ്പടപ്പ് രാജാവിനുണ്ടായിരുന്ന അതുല്യമായ പദവിയെക്കുറിച്ച് മനസ്സിലാക്കാനും മേൽപ്പറഞ്ഞ സാഹിത്യകൃതികൾ സഹായകങ്ങളാണ്. ശിവവിലാസത്തിലും മറ്റു ചില കൃതികളിലും കേരള ചക്രവർത്തി എന്നാണ് പെരുമ്പടപ്പ് രാജാവിനെ കുറിച്ച് പറയുന്നത്. ഈ ബിരുദം വെറുമൊരു ആചാരത്തെയും ക്ഷേത്രഭരണാധികാരത്തെയും അല്ലാതെ രാഷ്ട്രീയാധികാര വ്യാപ്തിയെ കുറിക്കുന്നതായി ധരിക്കരുത്. പെരുമ്പടപ്പ് സ്വരൂപക്കാർ ഉയർന്ന ക്ഷത്രിയരും അമ്മ വഴിക്ക് മഹോദയപുരത്തെ കുലശേഖരന്മാരുടെ പിന്മുറക്കാരുമാണെന്ന
കാര്യം അവർക്ക് കേരളത്തിലെ നാടുവാഴികൾക്കിടയിൽ ഉയർന്ന പദവി നേടിക്കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ ജാതി വ്യത്യാസവും മരുമക്കത്തായവും ഇക്കാലത്ത് കേരളത്തിൽ സുസ്ഥാപിതമായി കഴിഞ്ഞിരുന്നു. പെരുമ്പടപ്പ് രാജാവിന് കോവിലധികാരികൾ എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായ അതിർത്തികളൊന്നും പരിഗണിക്കാതെ തന്നെ കേരളത്തിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ മേൽ അധികാരമുണ്ടായിരുന്നു താനും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയാധികാര പരിമിതിയെ ഈ ഉപചാര പദവിയും ക്ഷേത്രാധിപത്യവും നികത്തിക്കൊടുത്തു. ആരംഭത്തിൽ നന്നേ ചെറിയ ഒരു രാജ്യം മാത്രമായിരുന്ന കൊച്ചിക്ക് യഥാർത്ഥത്തിൽ പേരിനു മാത്രമേ രാജപദവി ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും തിരുവഞ്ചിക്കുളത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്നു അദ്ദേഹത്തിന്റെ അധികാരം. 15-ാം ശതകത്തിൽ മധ്യകേരളത്തിന്റെ രാഷ്ട്രീയാധിപത്യത്തിനു വേണ്ടിയുള്ള ഒരു നീണ്ട മത്സരം സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ ആരംഭിച്ചു. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആഭ്യന്തര ശൈഥില്യം സാമൂതിരിയുടെ ആക്രമണ പദ്ധതികൾക്ക് സഹായകമായി. ഇക്കാലമായപ്പോഴേക്ക് പെരുമ്പടപ്പ് രാജവംശം മൂത്ത താവഴി, ഇളയ താവഴി, പള്ളുരുത്തി താവഴി, മാടത്തുങ്കിൽ അഥവാ മുരിങ്ങൂർ താവഴി, ചാഴൂർ താവഴി എന്നിങ്ങനെ 5 താവഴികളായി പിരിഞ്ഞു. ഇക്കാലമായപ്പോഴേക്ക് പെരുമ്പടപ്പ് രാജവംശം മൂത്ത താവഴി, ഇളയ താവഴി, പള്ളുരുത്തി താവഴി, മാടത്തുങ്കുൾ അഥവാ മുരിങ്ങൂർ താവഴി, ചാഴൂർ താവഴി എന്നിങ്ങനെ 5 താവഴികളായി പിരിഞ്ഞു. ഓരോ താവഴിക്കും പ്രത്യേകം കുടുംബസ്ഥാനവും സ്വന്തം വസ്തുവകകളും സൈന്യവും ഉണ്ടായിരുന്നു. 5 താവഴികളിലും വെച്ച് പ്രായം കൂടിയ ആൾ രാജാവായി തീരും. എന്നാൽ അയാൾ വൃദ്ധനാകുമ്പോൾ അടുത്ത ആളിനു വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുത്തിട്ട് ഹിന്ദുമതാധ്യക്ഷൻ എന്ന നിലയിൽ മതകാര്യങ്ങളും മറ്റും നോക്കണമെന്ന ഒരു വിശേഷാചാരം നിലവിലുണ്ടായിരുന്നു. ഈ പതിവ് സ്വരൂപത്തിലെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ രൂക്ഷതരമാക്കി. അധികാരമൊഴിഞ്ഞ രാജാവിന്റെ പെരുമ്പടപ്പ് മൂപ്പിൽ ആജ്ഞാധികാരികളും അധികാരമേറ്റ രാജാവിന്റെ പാർശ്വവർത്തികളുമായി 2 വിരുദ്ധ ശക്തികൾ എല്ലായ്പ്പോഴും രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്ന കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപം സ്വയം വിഘടിച്ച് തമ്മിൽ തല്ലുന്ന ചിത്രമാണ് നാം കാണുന്നത്. അവർ സുശക്തനായ സാമൂതിരിയുമായി ഒരു ഉഗ്ര സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും കോഴിക്കോടിന്റെ പൊതു ശത്രുക്കളെന്ന നിലയിൽ ഒത്തുചേർന്നു. തുടർന്നുള്ള കൊച്ചിയുടെ ചരിത്രം അടുത്ത അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം.